തൊഴിലാളി ക്യാമ്പിലാണ് തീപിടുത്തം. 41 പേർ മരിച്ചു എന്നാണ് അറിയുന്നത്. തീപിടുത്തത്തിൽ മലയാളികൾ ഉൾപ്പെടെ ഉണ്ട്. 2 മലയാളികൾ എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തമിഴ്നാട് സ്വദേശിയുണ്ട്, ഉത്തരേന്ത്യൻ സ്വദേശി മരിച്ചതായുള്ള റിപ്പോർട്ടുകളുണ്ട്. 41 പേർ മരിച്ചു എന്നുള്ള വിവരങ്ങളാണ് അവസാനമായി ലഭിക്കുന്നത്. തീപിടുത്തമുണ്ടായത് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിലാണ്. കമ്പനിയിലെ ജീവനക്കാർ താമസിച്ച ഫ്ളാറ്റിലാണ്. മാങ്കപ്പിൽ NBTC എന്ന കമ്പനിയുടെ 4-ാം നമ്പർ ക്യാമ്പിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. പുലർച്ചെയാണ് തീപിടുത്തം ഉണ്ടായത്. 4 മണിയോടെയാണ് തീപിടിച്ചതെന്നാണ് അവിടെ നിന്നുള്ള ആളുകളും ഞങ്ങളുടെ റിപ്പോർട്ടറും റിപ്പോർട്ട് ചെയ്യുന്നത്. തീ പൂർണ്ണമായിട്ട് അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. മറ്റ് ബിൽഡിങ്ങിലെ ആളുകളെ അവിടുന്ന് സുരക്ഷിതമായി മാറ്റാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ്. ഇപ്പോൾ കമ്പനിയുടെ ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്യാം എന്നതിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ആശുപത്രിയിലുള്ള ആളുകളുടെ സ്ഥിതി ഗുരുതര അവസ്ഥയിലുള്ള ആളുകളുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് MC നാസർ ചെയ്യുന്നുണ്ട്. നാസർ, മരണസംഖ്യ കൂടുന്നു. നേരത്തെ 35 പേർ മരിച്ചു എന്നായിരുന്നു, ഇപ്പോൾ 41 പേർ മരിച്ചു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ തീർച്ചയായിട്ടും മരണസംഖ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 43 പേരെയായിരുന്നു പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. വിവിധ ആശുപത്രികളിലായിട്ടാണ് അവർക്ക് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് പരിക്കേറ്റവരിൽ ഗുരുതരമായിട്ടുള്ള പൊള്ളലേറ്റവരും അതോടൊപ്പം തന്നെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ഗുരുതരാവസ്ഥയിലായിരുന്ന ജീവനക്കാർ തൊഴിലാളികളുമുണ്ട്. അവരിൽ ചിലരുടെ മരണം കൂടിയാണ് ഇപ്പോൾ പുതുതായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 42 പേർ മരണപ്പെട്ടതായിട്ടുള്ള അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഇപ്പോൾ 35ആണ്. ഒരുപക്ഷെ ഇനിയും കൂടുതൽ പേർ മരണപ്പെടാനുള്ള വലിയ ഒരു ആശങ്കാജനകമായിട്ടുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്, കേരളം ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഈ കെട്ടിടങ്ങളിൽ കഴിഞ്ഞവരിൽ നല്ലൊരു പങ്കും എന്ന വിവരമാണ് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവരിൽ മലയാളികൾ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ അവരുമായി ബന്ധപ്പെട്ട അവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എംബസി ഉൾപ്പെടെയുള്ള എംബസിയുടെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകരും കൂട്ടായിട്ടുള്ള നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്നുണ്ട്. എന്തായാലും ഈ പരിക്കേറ്റവർക്ക് എല്ലാ അർത്ഥത്തിലുള്ള കുറ്റമറ്റ ചികിത്സാ സംവിധാനവും ഉറപ്പാക്കാൻ രാവിലെ തന്നെ കുവൈത്ത് അധികൃതർ വിവിധ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകുകയും എമർജൻസി സംവിധാനത്തിലൂടെ പുതുതായിട്ട് പല ആശുപത്രികളിൽ നിന്നും നിരവധി ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒക്കെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ പലരും പിന്നെ ഈ പൊള്ളലേറ്റ നില 80% അതിനു മുകളിൽ വരെ പൊള്ളലേറ്റവരെ ആശുപത്രികളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും മരണസംഖ്യ ഉയരാനുള്ള വലിയ ആശങ്കാജനകമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇവരൊക്കെ മരിച്ചവരെ തിരിച്ചറിയാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതും മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു തീർപ്പിലെത്തുക എന്നത് എംബസിയെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ കുവൈത്ത് അധികൃതരെ സംബന്ധിച്ചിടത്തോളവും സാമൂഹിക പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളവും വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു ദൗത്യം തന്നെയാണ്. പക്ഷേ ആ നിലക്കുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ മലയാളികൾ അധികവും മനസ്സിലാക്കുന്ന ലഭ്യമായ വിവരങ്ങൾ പ്രകാരം കോട്ടയം, തൃശൂർ, എറണാകുളം ഭാഗത്തു നിന്നുള്ളവരാണ് ഈ കൂടുതലായിട്ട് ഈ കമ്പനിയിലെ ഈ കെട്ടിടത്തിൽ താമസിച്ചിരുന്നവർ എന്ന വിവരമാണുള്ളത്. കാരണം പ്രധാനമായിട്ടും നിരവധി മലയാളികൾ ഈ കെട്ടിടത്തിലും അല്ലാതെയും പിന്നെ കഴിഞ്ഞുകൂടുന്നുണ്ട്. അപ്പൊ കെട്ടിടത്തിൽ താമസിച്ച മൊത്തം ആളുകളുടെ വിവരം അവരുടെ പട്ടിക ഏതാണ്ട് എംബസി അധികൃതർക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ നിന്ന് എത്ര പേർ ഈ അത്യാഹിതത്തിൽ പെട്ടു എന്നതാണ് ഇപ്പോൾ വിലയിരുത്തി വരുന്നത്. എന്തായാലും വൈകിട്ടോടു കൂടി ഒരു കൃത്യമായിട്ടുള്ള വിവരം ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഈ മരണപ്പെട്ടവരിൽ ഉള്ളത് എന്നത് സംബന്ധിച്ച ഒരു വിവരം എംബസിക്ക് പുറത്തുവിടാൻ സാധിക്കുമെന്നൊരു വിലയിരുത്തലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായിട്ട് വേണ്ട രക്ഷാപ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള സംവിധാനവും ഒരുക്കണമെന്ന് എംബസിയോട് നിർദ്ദേശിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കമ്പനി ഉടമയെയും അതോടൊപ്പം തന്നെ ഈ അത്യാഹിതം സംഭവിച്ച കെട്ടിടത്തിന്റെ കാവൽക്കാരെയും പിന്നെ അതിന്റെ സുരക്ഷാ പാലകരെയും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനും അവരെ നിയമ നടപടികൾക്ക് വിധേയമാക്കാനുള്ള ഒരു നിർദ്ദേശം, ഒരു ഉത്തരവ് ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ഗൗരവത്തിൽ തന്നെയാണ് കുവൈത്ത് അധികൃതർ പിന്നെ ഈ സംഭവത്തെ കാണുന്നത്. ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം, ഗുരുതരമായിട്ടുള്ള അശ്രദ്ധ കമ്പനി ഉടമകളുടെ ഭാഗത്തു നിന്ന്, കമ്പനി നിയോഗിച്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതാണ് ഇത്രയും വലിയൊരു അത്യാഹിതത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ കർശനമായിട്ടുള്ള നിയമ നടപടികൾ ബന്ധപ്പെട്ടവർക്കെതിരെ ഉണ്ടാകുമെന്ന് കൂടി സുരക്ഷാ സംവിധാനത്തിലെ പാളിച്ചയാണ് അപകടത്തിന് കാരണം എന്നുള്ളത് സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എത്ര വലിയ നിയമപരമായി എങ്ങനെയായിരിക്കും ഇതിനെ
നേരിടേണ്ടി വരിക? ഈ ഉടമയെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക? തന്നെ ഇതിൽ കുവൈത്ത് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഈ ലേബർ ക്യാമ്പുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള മാർഗ നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ നിലവിലുള്ളതാണ്. അവരുടെ താമസ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ, ഇതൊക്കെ പണ്ടുള്ളതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് സമീപകാലത്ത് നിരവധി നിയമ ഭേദഗതികളിലൂടെ ഇതിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം ഉടമയ്ക്കായിരിക്കും. അതോടൊപ്പം തന്നെ ഇതിൽ നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് അതിന് ബാധ്യതയുണ്ടാവും. അതിന് പുറമെയാണ് നിരന്തരമായി ലേബർ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ ഈ ക്യാമ്പുകളിൽ സന്ദർശനം നടത്തുകയും തൊഴിലാളികളിൽ നിന്ന് നേരിട്ട് പരാതികൾ ഉണ്ടെങ്കിൽ അത് സ്വീകരിച്ചുകൊണ്ട് ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും ഉടമകൾക്കെതിരെ നിയമ നടപടികൾ പോലും രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല ഈ സമ്മർദ്ദകാലം മുൻനിർത്തിക്കൊണ്ട്, കാരണം അത്യുഷ്ണമാണ് കുവൈത്തിൽ, അത്തരം ഒരു ഘട്ടത്തിൽ തീപിടുത്ത സാധ്യതകൾ കൂടുതലായതുകൊണ്ട് തന്നെ പാലിക്കേണ്ട കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. പക്ഷെ അതൊക്കെയും ഇവിടെ ലംഘിക്കപ്പെട്ടു എന്നാണ് ആഭ്യന്തര മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണത്തിൽ വ്യക്തമാവുന്നത്. കാരണം ഗ്യാസ് സിലിണ്ടറുകളും മറ്റും താഴെ നിലയിൽ വലിയ തോതിൽ തന്നെ അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതാണ്ട് ആഭ്യന്തര മന്ത്രാലയം ഗൗരവത്തിൽ തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് തന്നെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ട് അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ